കുറച്ച് വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സിറ്റിയിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹീറോയുടെ Xtreme 160Rൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യുന്നതിരിക്കുന്നത് കോട്ടയം ജൂബിലി ഹീറോയിൽ നിന്നാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ നൽകുന്നതായിരിക്കും. എൻക്വയറി ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ. നമുക്ക് വണ്ടിയുടെ ലുക്കിലേക്ക് തന്നെ ആദ്യം നോക്കാം. ഈ ഒരു സെഗ്മെൻറ്റ് ഇതുവരെ കാണാത്തൊരു ഡിസൈനാണ് ഹീറോ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ ശരിക്കും ഒരു റോബോട്ടിക് ഫേസാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. LED ഹെഡ്ലാമ്പ്സ് ആണ് വണ്ടിക്ക് ഉള്ളത്. പോരാതെ തന്നെ 2 ചെറിയ DR ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വിസിബിലിറ്റി വണ്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ലൈറ്റ്സിന്. പിന്നെ വേണ്ടുന്നത് നല്ല സ്ലിം ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് Xtreme 160Rന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കാം. 163 cc സിംഗിൾ സിലിണ്ടർ 2 വാൽവ് എയർ കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. ബേസിക്സ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കാറ്റലിക് കൺവേർട്ടർ ഒക്കെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്ത് കാണാൻ കഴിയും. വണ്ടിയുടെ പവറും ടോക്കൊക്കെ നോക്കുകയാണെങ്കിൽ 160 സെഗ്മെൻ്റ് ആയിട്ടുള്ള ഏത് വണ്ടിയായിട്ട് നമുക്ക് ഈ വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റും. മറ്റുള്ള 160 ബൈക്കുകളെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് പവറിന് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. കൂടാതെ കിക്കറും സെൽഫ് സ്റ്റാർട്ടും വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് ഫുഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ R15 V2-ൻ്റെ അതേ മോഡൽ സ്പോർട്ടി ലുക്കാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. വണ്ടിക്ക് ഫുള്ളി LED ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ എച്ച് ഷേപ്പ്, അതായത് ഹീറോയുടെ എച്ച് ഷേപ്പ് ഡിസൈനാണ് വണ്ടിയുടെ ടെയിൽ ലാമ്പിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയുടെ ടെയിൽ ലൈറ്റിൻ്റെ ഭാഗം അത്ര പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു ഡിസൈൻ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ മഡ്ഗാർഡാണ്. മഡ്ഗാർഡ് എന്ന് പറയുമ്പോൾ ഫുൾ ടെയിൽഡ് മഡ്ഗാർഡാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ എന്താ NS-ലും RS-ലും ഒക്കെ കൊടുത്തിരിക്കുന്ന പോലെ ചെയിൻ കവേർഡാണ്. ഇനി നമുക്ക് വണ്ടിയുടെ സീറ്റ് നോക്കാം. അത്യാവശ്യം നല്ല വീതിയുള്ള സിംഗിൾ സീറ്റാണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ പില്ലിയൻ സീറ്റിൻ്റെ കാര്യമാണ്. പില്ലിയൻ ഇരിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ കംഫർട്ടൊന്നും നൽകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുമ്പോൾ പില്ലിയൻ സ്കിഡായി ഫ്രണ്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. 790 വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. അത്ര ഉയരം കൂടിയ ബൈക്കൊന്നുമല്ല. ഒരു എന്താ പറയുക 5.5 അടി ഉയരമുള്ളവർക്ക് വരെ ബൈക്ക് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 12 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി. കമ്പനി നമുക്ക് നൽകുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 45-50 വരെയാണ്. അതുപോലെ എന്താ പറയുക വളരെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസാണ് വണ്ടിക്ക്. നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോൾ നോക്കാം. നെഗറ്റീവ് ഡിസ്പ്ലേ മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ആയിരിക്കും. വെയിലത്താണേലും എപ്പോഴാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് അതിൻ്റെ മീറ്റർ കൺസോൾ കാണാൻ കഴിയും. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്പീഡോമീറ്റർ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ടാക്കോമീറ്ററും വണ്ടിയുടെ സ്പീഡ്, പിന്നെ കാണിക്കുന്ന 2 ട്രിപ്പ് മോഡ്സ്, ട്രിപ്പ് A ആൻഡ് ട്രിപ്പ് B, പിന്നെ ഫ്യൂവൽ ഗേജ്, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും. വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഗിയറിലിട്ടിട്ട് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓഫ് ആവും. അതുപോലെ തന്നെ ഗിയറിലാണെങ്കിൽ വണ്ടി സ്റ്റാൻഡ് കിടക്കുകയാണെങ്കിൽ ഗിയറിലിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ആവില്ല. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡിസ്ക് വേരിയൻ്റ് ആണ്. ഇത് കൂടാതെ ഒരു ഡബിൾ ഡിസ്ക് വേരിയൻറ്റും കൂടെ ഹീറോ നമുക്ക് നൽകുന്നുണ്ട്. ഈ ലഗേജ് ഒക്കെ വെക്കാനാണെങ്കിലും പില്ലിയൻ റൈഡറിന് പിടിച്ചിരിക്കാനാണെങ്കിലും ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത ഗ്രാബ് റെയിലാണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനീഷിനോട് വയ്ക്കാം. മനീഷടാ, എന്താണ് വണ്ടി എന്ന് പറയുന്നത്? ഈ വണ്ടീനെ കുറിച്ച് നമുക്ക് ഹീറോയുടെ Xtreme 160Rനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് അതിൻ്റെ സ്റ്റൈലിഷ് ലുക്സിനെ കുറിച്ചാണ്. ഒരു റോബോട്ടിക് പിൻ LED ഹെഡ്ലാംപ്സ് ആണ് വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു DRL നൽകിയിട്ടുണ്ട്. നമ്മുടെ ടാങ്ക് പോർഷനിൽ വരുന്ന കളർ തന്നെ നമ്മുടെ DRLൻ്റെ സൈഡിലും ഹീറോ നൽകിയിട്ടുണ്ട്. അതൊരു നല്ല സ്റ്റൈലിഷ് അട്രാക്റ്റീവ് ലുക്കിലാണ് വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ള അതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രൈറ്റും ഡിമ്മും 2 സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ താഴെ ഭാഗത്ത് ബ്രൈറ്റും മേള് ഭാഗത്ത് ഡിമ്മും ആണ് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ മീറ്റർ പോർഷനിലോട്ട് നോക്കാം. അതായത് നമുക്കൊരു കൺവേർട്ടർ LCD ഒരു കൺസോളാണ് നമുക്ക് വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. അത് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഹീറോ ചെയ്തിരിക്കുന്നത്. ഉള്ളതൊരു ഹാൻഡിൽ ബാർ പോർഷനാണ്. ഹാൻഡിൽ ബാർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേറെ ഒരു വണ്ടിക്ക് വരാത്ത രീതിയിലൊരു ഹസാർഡ് നമ്മൾ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. 4 ഇൻഡിക്കേറ്റർ സ്വിച്ച് ഹസാർഡ് നമ്മൾ വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ വണ്ടികളിൽ വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിൽ സ്വിച്ചും അതുപോലെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും സെപ്പറേറ്റഡ് ആയിരുന്നു. ഇതിലിപ്പോൾ നമ്മൾ ഹീറോ നൽകിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ സ്വിച്ചും ഒറ്റ സ്വിച്ച് അസംബ്ലി തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അതായത് ഓഫ് സ്വിച്ച്, ഓൺ സ്വിച്ച്, അതോ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് ഒറ്റ സ്വിച്ചിൽ നമ്മൾ നൽകിയിരിക്കുന്നത്. അത് പുതിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക്. ഏതൊക്കെ കളർ വേരിയൻസ് നമുക്ക് ഈ വണ്ടി കിട്ടും? മെയിനായിട്ട് നമ്മൾ ഈ എക്സ്ട്രീം 160R വന്നിരിക്കുന്ന 3 കളർ വേരിയൻസ് ആണ്. അതായത് റെഡ് കളർ, വൈറ്റ് കളർ, ബ്ലൂ കളർ. ഈ 2 വേരിയൻസ് വരുന്നുണ്ട്, സിംഗിൾ ഡിസ്കും ഡബിൾ ഡിസ്കും. ഈ രണ്ടിനും വരുന്ന എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയാം. ഇത് നമ്മുടെ സിംഗിൾ ഡിസ്ക് വേരിയന്റ് വരുന്ന എക്സ്ഷോറൂം പ്രൈസ് എന്ന് വെച്ചാൽ 1,3533 രൂപയാണ് നമ്മുടെ സിംഗിൾ ഡിസ്ക് വേരിയന്റിന് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്യുവൽ ഡിസ്ക് വേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് 1,06,576 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയർ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അതായത് 0 to 60 കയറാൻ 4.3 seconds മാത്രം മതി, അങ്ങനെയാണ് കമ്പനി പറയുന്നത്. പക്ഷേ 4th ഗിയറും 5th ഗിയറും അത്ര വലിയ തരത്തിലുള്ള പവറൊന്നും നൽകില്ല. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആയിരിക്കില്ല, എന്നാൽ അത്ര ടൈറ്റും ആയിരിക്കില്ല. രണ്ടിനും ഇടയിലുള്ളത്. കാര്യമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും വണ്ടി ഓടിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നില്ല. ഇനി വണ്ടിയുടെ റൈഡിംഗ് പൊസിഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് നല്ലതുപോലെ നിവർന്നിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് റൈഡിനാണെങ്കിലും സിറ്റി യൂസിനാണെങ്കിലും വണ്ടിയുടെ സീറ്റിൻ്റെ ഭാഗത്ത് നിന്നും നല്ല കംഫർട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സിറ്റിയിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയും. അതുപോലെ വണ്ടിയുടെ 2 സൈഡ് മിറേഴ്സും നല്ല വിസിബിലിറ്റികളാണ്. ടാങ്കിനോട് ഹഗ് ചെയ്തിരിക്കാവുന്ന രീതിയിൽ പറ്റിയുള്ള ഡിസൈനാണ് വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. വലിപ്പമുള്ള ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജിന് ടാങ്ക് ഉപയോഗിക്കാം. കുറച്ച് ലഗേജ് നമുക്ക് ടാങ്കിൻ്റെ മുകളിൽ വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.